നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വിവാദങ്ങളിൽ ആടിയുലഞ്ഞ സീറോ മലബാർ സഭ പരാതി പരിഹാര സമിതി രൂപീകരിക്കുകയാണ്. വിശ്വാസികളെയും ഉൾപ്പെടുത്തിയുള്ള സമിതിയാവും നിലവിൽ വരിക. അൽമായർക്കും അഭിപ്രായം പറയാൻ അവസരമൊരുങ്ങുന്നു. പൗരോഹിത്യ ക്രമക്കേടുകളെ തുറന്നെതിർത്ത വിശ്വാസികൾക്ക് അഭിമാനിക്കാം. കൊച്ചിയിൽ തുടരുന്ന സഭാ സിനഡിൻ്റേതാണ് നിർദ്ദേശം. വൈദികർ തൊട്ട് കർദിനാൾ വരെ വിവാദങ്ങളിൽ ഉൾപ്പെടുകയും പീഡനക്കേസിൽ ബിഷപ്പ് തന്നെ ജയിലിലാവുകയും ചെയ്ത സംഭവങ്ങളിൽ വിശ്വാസികളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഇത്രയെങ്കിലും ചെയ്തേ മതിയാകൂ. എന്നാൽ ഇതേ സമയം സഭയുടെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കി സഭാ പ്രസിദ്ധീകരണമായ ദീപിക തന്നെ സിസ്റ്റർ ലൂസിക്കെതിരെ രംഗത്തെത്തി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനോട് സഭ പൊറുക്കില്ലെന്ന് ദീപിക തുറന്നെഴുതുന്നു. ഇതുകൊണ്ടൊന്നും തളരില്ലെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു കഴിഞ്ഞു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സിസ്റ്റർ ലൂസിയോട് സഭ പകപോക്കുന്നു. FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. സിസ്റ്റർ ലൂസിയോട് സഭ പകപോക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ നിരീക്ഷക ശ്രീമതി സൂസൻ ജോർജ്, അതുപോലെ ശ്രീ ബിനു ചാക്കോ, റിജു കാഞ്ഞുകാരൻ, അഡ്വക്കേറ്റ് MC ആഷി എന്നിവരാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ഇവിടെ സഭാ പ്രസിദ്ധീകരണമായ ദീപിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ വളരെ വിശദമായി അവരെഴുതുന്നത് ഇങ്ങനെയാണ്. സിസ്റ്റർ ലൂസി അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട്. അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ജീവിക്കേണ്ടത്, ആ 3 ഘടകങ്ങളിലും ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഈ 3 ഘടകങ്ങളിൽ നിരവധിയായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആണ് അച്ചടക്കം ലംഘിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് പറഞ്ഞു നിർത്തുക മാത്രമല്ല, അത് ഒരു സ്വകാര്യ കാര്യമാണ്. അത് സഭയുടെയും സന്യാസ സമൂഹത്തിൻ്റെയും മാത്രം പ്രശ്നമാണ്, ഒരു ആഭ്യന്തര പ്രശ്നമാണ്. മതേതരെ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം എന്നാണ് ദീപിക ചോദിക്കുന്നത്. ശ്രീമതി സുജയ്ക്ക് കേൾക്കാനാവുന്നില്ല, ഞാൻ മടങ്ങി വരാം. റിജു, ഈ നിലയിലാണ് ഞാൻ ഇപ്പോൾ കേൾക്കാം, പക്ഷേ പറഞ്ഞെല്ലാം കേട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ ദീപിക എഴുതിയത് 3 അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നിയാണല്ലോ കന്യാസ്ത്രീകൾ, ആ സന്യാസ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഒന്ന് ദാരിദ്ര്യം, മറ്റൊന്ന് അച്ചടക്കം, അതുപോലെ തന്നെ അനുസരണം. ഈ നിലയിലുള്ള അടിസ്ഥാന പ്രമാണങ്ങളിലെല്ലാം വ്യതിചലിച്ചു സിസ്റ്റർ ലൂസി എന്ന നിലയിൽ ഉദാഹരണങ്ങൾ സഹിതം തെളിവുകൾ നിരത്തിയാണ് ദീപിക എഴുതുന്നത്. അങ്ങനെ അച്ചടക്കം ലംഘിച്ച സിസ്റ്റർ ലൂസി എന്നത് ഈ സന്യാസ സമൂഹത്തിൻ്റെ, സഭയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്, ഒരു സ്വകാര്യ പ്രശ്നമാണ്. അതിൽ മതേതരായ ഈ സമൂഹത്തിന് എന്ത് കാര്യമെന്നാണ് ദീപിക ചോദിച്ചു വെക്കുന്നത്, പറഞ്ഞു വെക്കുന്നത്? കേൾക്കാൻ വിട്ടുപോകുന്നു. റിജു, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ, കേൾക്കാമോ? ഞാൻ വരാം താങ്കളിലേക്ക്. റിജു, എന്താണ് താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ? ഈ കാര്യത്തിൽ എനിക്ക് നോബലിനോടാണ് പറയാനുള്ളത്. ഈ കേരള സമൂഹം ഇന്ന് ദീപിക വായിക്കുന്നവർ, ഈ നോബലിനെ പോലുള്ളവർ അത് നയിച്ച് ഏകദേശം അതിന്റെ സർക്കുലേഷൻ ഒരു 5 അക്ക ഡിജിറ്റിൽ നിന്ന് വെറും 4 അക്ക ഡിജിറ്റിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്രമാത്രം ആ സ്ഥാപനത്തെ നശിപ്പിച്ച് അതിന്റെ അവസാന കണ്ണിയിൽ ആണിയും അടിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിലൊരു മുഖപ്രസംഗം തന്നെ നോബലിന്റെ അച്ഛൻ എന്ന് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നോബലിന്റെ നേതൃത്വത്തിൽ പുറത്തു വന്നത്. ആ ലേഖനം വന്നതുകൊണ്ട് ഒരു മെച്ചമുണ്ടായി. ദീപികയ്ക്ക് ഇന്ന് കേരള സമൂഹത്തിൽ വളരെ, ഇന്ന് ഒറ്റ ദിവസം ഒരു എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത മൈലേജ് കിട്ടി. ആ ഒരു മെച്ചം കിട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ, റോബിനച്ചനെ 16 വരെ കൊച്ചിന് ഒരു പെൺകുട്ടി കൊച്ചുണ്ടാക്കി ആ കൊച്ചിന്റെ അപ്പന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ച റോബിനച്ചന്റെ സഹപാഠിയും റോബിനച്ചനെ പിന്തുണയ്ക്കുന്ന ആളുമാണ് ഈ നോബൽ അച്ഛൻ. ഒന്ന് ഓർക്കണം, നോബൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം റോബിനച്ചന്റെ കേസ് വന്നപ്പോൾ ഒന്നും എഴുതിയില്ല. ഫ്രാങ്കോ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ ഒരു കന്യാസ്ത്രീയെ ദുരുപയോഗം ചെയ്തിട്ട് അദ്ദേഹം ദീപികയിൽ ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ലൂസി സിസ്റ്ററുടെ കാര്യത്തിൽ ഇത്ര വിളറി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലൂസ് സിസ്റ്റർക്ക് മാത്രമേ ബ്രഹ്മചര്യം പാടുള്ളൂ, ലൂസ് സിസ്റ്റർക്ക് മാത്രമേ ദാരിദ്ര്യം പാടുള്ളൂ.
ഇവർക്ക് എന്താ ദാരിദ്ര്യവും ബ്രഹ്മചര്യവും പാടില്ലേ? ഞങ്ങൾ ബെൻസ് കാറിൽ നടക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഞങ്ങൾ സ്റ്റാർ ഹോട്ടലിൽ 2 ദിവസം 50 ലക്ഷം രൂപ മുടക്കി താമസിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ കന്യാസ്ത്രീകളെയോ പെൺകുട്ടികളെയോ പീഡിപ്പിക്കും. അതിനൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ പണികൾ മാത്രം നോക്കിയാൽ മതി എന്നാണ് നോബൽ പറഞ്ഞു വെക്കുക. ബ്രഹ്മചര്യം ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ദാരിദ്ര്യം ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതൊക്കെ ചെയ്തു കൊള്ളണം, ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞങ്ങൾ സ്വന്തമായി തോട്ടം വാങ്ങാം. സന്യാസ സമൂഹത്തിന്, കന്യാസ്ത്രീകൾക്ക് അതല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണിപ്പോൾ ഞങ്ങൾ അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്ന എങ്ങനെയാ? ഒരു സന്യാസിയും സന്യസ്തരും രണ്ടു തമ്മിൽ വ്യത്യാസം എന്താണ്? അവർക്ക് നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമുള്ളൂ, ഇവർക്ക് യാതൊരു നിയമങ്ങളും പാലിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഞാൻ റിജുവിലേക്ക് മടങ്ങി വരാം. ശ്രീമതി സുജാ സൂസൻ ജോർജ്, ഞാൻ മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സിസ്റ്റർക്കെതിരെ പടപ്പുറപ്പാടിലാണ് സഭ. അതിൻ്റെ എല്ലാ സൂചനകളും വളരെ പരസ്യമായി ദീപിക നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇരുന്നുകൊണ്ട് സഭയുടെ മുഖപത്രവും നടത്തുന്ന ഇത്തരം ജൽപ്പനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ബഹുമാനവും ഇല്ലാതെ അങ്ങനെ പറയേണ്ടി വരും. കാരണം ലിംഗസമത്വം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിലുള്ള ഒരു ചെറിയ വിഭാഗം വിശ്വാസി സമൂഹമാണ് കത്തോലിക്ക സഭ. ആ സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തിനകത്ത് അങ്ങനെ പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. ലിംഗസമത്വം പാലിക്കേണ്ട ഉത്തരവാദിത്വം ആ സഭയ്ക്കുമുണ്ട്. 2, ലോകം മുഴുവൻ ജനാധിപത്യപരമായി മുന്നേറുകയാണ്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന സമരങ്ങളും പിന്നീടുണ്ടായ വനിതാ മതിലിലുണ്ടായ വലിയ മുന്നേറ്റവും ഒക്കെ കാണിക്കുന്ന അതാണ്. കൂടുതൽ ജനാധിപത്യപരമായ നിയമങ്ങൾ ഉണ്ടാകുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം മുന്നോട്ട് വരുന്നു. 3ാമത് എനിക്ക് പറയാനുള്ളത് 1996 ഈ CBCI തന്നെ കമ്മീഷൻ ഫോർ വിമൻ എന്നൊരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ വെക്കുന്ന അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇപ്പൊ അത് ചർച്ച ചെയ്യുമ്പോൾ വളരെ രസകരമാണ്. അത് 3 കാര്യമാണ്. 1, പരസ്പര സ്നേഹ ബഹുമാനം പുലർത്തത്തക്ക വിധം സ്ത്രീ പുരുഷന്മാരുടെ മാനസിക ഘടനയിൽ മാറ്റം വരുത്തുക. 2, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം എന്ന നിലയിൽ നിന്ന് സ്ത്രീകൾക്ക് പൂർണ്ണമായ മനുഷ്യാവകാശം നേടിക്കൊടുക്കുക. 3, ചർച്ചിന്റെ ഘടനയും അധികാരവും നയങ്ങളും പരിപാടികളുമെല്ലാം ലിംഗസമത്വമുള്ളതായി മാറ്റി തീർക്കുക. ഈ 3 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ CBCI 1996 കമ്മീഷൻ ഫോർ വിമൻ, അത് ഒരു മലയാളി സിസ്റ്ററാണ് അതിന്റെ സെക്രട്ടറി, ഇത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തിയ ഒരു സഭ ഇന്ന് നിൽക്കുന്ന നില എവിടെയാണ്? അപ്പൊ ആരെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്? അവരെ തന്നെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ എല്ലാ തരത്തിലുള്ള ജനാധിപത്യത്തെയും പുൽകുന്ന ബഹുമാനിക്കുന്ന ഒരു പോപ്പുള്ളപ്പോൾ ഈ കേരളത്തിലെ കത്തോലിക്ക സഭ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ സിസ്റ്റർ അനുപമയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ സിസ്റ്റർ ലൂസിയ മാത്രമല്ല, സിസ്റ്റർ അനുപമ അടങ്ങുന്ന ഈ പരാതിക്കാരികളായ സിസ്റ്റർമാരും വലിയ മാനസികമായ പീഡനമാണ് അനുഭവിക്കുന്നത്. അവർ താമസിക്കുന്ന മഠത്തിൽ അവരോട് പെരുമാറുന്ന രീതി, ഒറ്റപ്പെടുത്തുന്ന രീതി, പള്ളിയിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥ, ഇത് സമൂഹം, മതേതര സമൂഹം തന്നെ നോക്കിക്കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഭ ഇത്തരത്തിലുള്ള, അതായത് ശ്രീമതി സുജ, താങ്കൾ പറയുന്നത് ഇപ്പോൾ ദീപിക പറയുന്നത് പോലെ ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അത് ഒരു മതേതര സമൂഹത്തിന്റെ കണ്ണിലൂടെ കാണേണ്ടതല്ല എന്നാണ് പച്ചയായി എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് അടങ്ങുന്ന ഒരു ധ്വനി മനസ്സിലാകുന്നുണ്ടല്ലോ. മതേതര സമൂഹത്തിന്, കേരളീയ സമൂഹത്തിന് ഇതിൽ ചിലത് പറയാനുണ്ട്, ചില ഇടപെടലുകൾ നടത്താനുണ്ട് എന്ന് തന്നെയാണോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ഭാഗം? തീർച്ചയായിട്ടും അവരെടുക്കുന്ന നിലപാട് അത്യന്തം ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്,
നിരന്തരം ജനാധിപത്യപരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക വ്യവസ്ഥയിലാണ് സഭ നിലകൊള്ളുന്നത്. അതെങ്ങനെയാണ് ഒരു ചെറിയ വിഭാഗത്തിന്റെ മൊത്തം വളരെ ചെറുതാണ്, ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ വളരെ വളരെ ചെറിയൊരു വിഭാഗം, അവർക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക ഈ നിയമങ്ങളിൽ നിന്ന്? തീർച്ചയായിട്ടും മതേതര സമൂഹവും ഈ ഭരണഘടനയും പിന്നെ ഭരണകൂടവും അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴും സിസ്റ്റർ അനുപമയൊക്കെ സുരക്ഷിതമായി കഴിയുന്നത് കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റിയിലാണ്. അവർ മനസമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ, മനസമാധാനമൊന്നും അവിടെ കൊടുക്കുന്നില്ല, മനസമാധാനത്തോടെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, സേഫായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റിയിലാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ശ്രീമതി സുജ പറഞ്ഞതുപോലെ ഇപ്പോ സഭയുടെ മനസ്സിലിരിപ്പാണ് ഈ ലേഖനത്തിലൂടെ പുറത്തു വരുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധികൾ ലിംഗസമത്വം സംബന്ധിച്ച വലിയ അവകാശബോധം നിൽക്കുന്നു. ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പോലും ഏറ്റവും വലിയൊരു വിശ്വാസ സമൂഹത്തിൽ അടക്കം വലിയ ചർച്ചയാവുകയും അവിടെ നിന്ന് പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു പിന്നടത്തം അതിന് വളരെ പരസ്യമായി ഈ ദീപിക തന്നെ, ചരിത്രമുള്ള ദീപിക തന്നെ തുറന്നു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് കന്യാസ്ത്രീക്ക് അവകാശമില്ല? കന്യാസ്ത്രീയുടെ അവകാശങ്ങളെ ഹനിക്കുന്ന വിധം, ആ അവകാശങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന വിധം നടപടിയെടുത്ത് പുറത്തേക്ക് അയക്കാൻ പോകുന്നു എന്ന് പറയാതെയും പറഞ്ഞും ഈ ലേഖനം എഴുതുകയാണ്. എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനാകും ആ നിലപാടിനോട്? ശരത്ത്, ഇവിടെ 2-3 ഘടകങ്ങൾ നാം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, കേരള സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പോഷക സംഘടനയുടെ, സാമൂഹ്യ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സുജാ സൂസൻ ജോർജിനെ പോലുള്ള ആളുകൾ സിസ്റ്റർ അനുപമയെ സംബന്ധിച്ചും കത്തോലിക്കാ സഭയിലെ ജനാധിപത്യമില്ലായ്മയെപ്പറ്റിയും ലിംഗസമത്വമില്ലായ്മയെപ്പറ്റിയും ഒക്കെ വാദോരാതെ സംസാരിക്കുമ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ള സമയം വേണം. കാരണം ലിംഗസമത്വത്തിൻ്റെ പ്രശ്നമല്ലല്ലോ ശരത്ത് ഈ വിഷയം കത്തോലിക്കാ സഭയിലെ പൂർണ്ണ ബോധ്യത്തോടുകൂടി കത്തോലിക്കാ സഭയിലെ ഒരു സന്യാസ സമൂഹത്തിൽ വ്രതം ജീവിതാവസാനം വരെ പാലിക്കാമെന്ന് പറഞ്ഞ് വ്രതമെടുത്ത് ജീവിതം ആരംഭിച്ച വ്യക്തി, ആ സഭയുടെ 7000-ഓളം സന്യാസിനിമാരുള്ള മദർ തെരേസയെ പോലെ, സിസ്റ്റർ റാണി മരിയയെ പോലെ കത്തോലിക്കാ സഭയ്ക്കും ലോക സമൂഹത്തിന് മാതൃക നൽകിയ സന്യാസിനിമാരെ സംഭാവന ചെയ്ത ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റിൽ നിന്നുകൊണ്ട് സഭാ നിയമങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അതിനെ ലിംഗസമത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തടയിടാൻ വരുന്നവരുടെ യുക്തി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. താങ്കൾ പറയുന്ന സഭാ നിയമങ്ങളെ വെല്ലുവിളിച്ചു എന്നത് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പറയും. അതായത് ബിഷപ്പ് ഫ്രാങ്കോ ഉൾപ്പെട്ട കേസിൽ ആ കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കണം എന്നു പറഞ്ഞ് സമരം ചെയ്തതാണോ തെറ്റ്? അവർ ചെയ്ത തെറ്റ് അവിടെ നിന്നാണല്ലോ കാര്യങ്ങൾ തുടങ്ങുന്നത്. 2, ശ്രീമതി സുജാ സൂസൻ ജോർജ് പറഞ്ഞ കാര്യം, 96-ലെ CBCIയുടെ കമ്മീഷൻ തന്നെ ഈ പുരുഷ സ്ത്രീ സമത്വം പുലരണം എന്ന നിലയിൽ വ്യക്തമായി എഴുതപ്പെട്ട കമ്മീഷൻ ഫോർ വിമൻ ഉള്ളതാണ് ഈ സഭയ്ക്കുള്ളിൽ. ലിംഗസമത്വം എന്നത് നേരായ അർത്ഥത്തിൽ ആ നിലയിൽ മാത്രം കാണേണ്ടതില്ല, കന്യാസ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടുകൂടി കാണേണ്ടതുണ്ട്. അത് വരുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുന്നത് ഉചിതമാണോ? അല്ല ശരത്ത്, ഞാൻ ഈ ചോദ്യത്തിനെല്ലാം മറുപടി പറയാം. ഒന്ന്, CBCIയുടെ വനിതാ കമ്മീഷൻ്റെ വനിതകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, CBCIക്ക് വിവിധ കമ്മീഷനുകളുണ്ട്. അത് വനിതകൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്, യുവജനങ്ങൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്, കുടുംബക്കാർക്കുണ്ട്, സന്യസ്തർക്കുണ്ട്, വൈദികർക്കുണ്ട്, എല്ലാവർക്കുമുള്ള കമ്മീഷനുണ്ട്. ആ കമ്മീഷനുകൾ പഠനം നടത്തുന്നുണ്ട്. ആ കമ്മീഷനുകളുടെ പഠന റിപ്പോർട്ടുകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഞങ്ങൾക്ക് ബാധകമല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ ശരത്ത്. അല്ലല്ല ശരത്ത്, അങ്ങനെ ഇടപെടാതെ. ശരത്തൊന്ന് പറഞ്ഞിട്ടെ, കത്തോലിക്കാ സഭയിലെ വനിതകൾക്ക് ലിംഗസമത്വം ഇല്ല എന്ന് പറയുന്ന സുജാ സൂസൻ ജോർജ് ഒന്ന് കണ്ണു തുറന്നത് മറ്റുള്ള സമുദായത്തിലേക്കൊക്കെ നോക്കിക്കേ. എന്നിട്ട് കത്തോലിക്കാ സഭയെ കുറ്റപ്പെടുത്താനും കമ്മീഷനുമായിട്ട് വാ. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ മറുപടികൾ പറയാം. നിങ്ങൾ പറഞ്ഞ ഒരു ആരോപണമുണ്ട്, ഈ ഫ്രാങ്കോ മുളയ്ക്കനുമായി ബന്ധപ്പെട്ട്, ബഹുമാനപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കൻ പിതാവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത സന്യാസിനികളുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് പ്രശ്നം. അല്ല ശരത്ത്, അതാണ് പ്രശ്നം. അതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്.
2015 മുതൽ സഭയുടെ താനെടുത്ത വ്രതം ലംഘിക്കുന്ന ഒരു കന്യാസ്ത്രീ. 2015 മുതലാണെങ്കിൽ എന്തിനാണ് ഇത്ര കാലം നിങ്ങൾ ക്ഷമിച്ചത്? ഒരാളും അറിയാതെ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ലല്ലോ. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ആഭ്യന്തര പ്രശ്നമായി അല്ല. എന്റെ ശരത്ത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. 2015 മുതൽ ആ സന്യാസിനിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ നിലപാടറിയാൻ പല ഘട്ടത്തിൽ ശ്രമിച്ചപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അതൊന്ന് പറഞ്ഞു തീരാനുള്ള അനുവാദം എന്താ? ഞാനൊരു ചെറിയ സംഭവം 1 മിനിറ്റ് കൊണ്ട് പറയാം. ഒറ്റ സംഭവം കൊണ്ട് പറയാം. ഇവിടെ അനുസരണക്കേട് കാണിച്ചിട്ട് സഭയുടെ നിയതമായ എല്ലാ ലംഘനങ്ങളും സഭയുടെ എല്ലാവിധ കൽപ്പനകളും ആ വ്യക്തി സ്വമേധയാ എഴുതി കൊടുത്ത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സന്യാസിനിയായി വ്രതമെടുക്കുന്ന ഒരു വ്യക്തി ആദ്യ വ്രതം എടുത്തതിന് ശേഷം വർഷത്തോറും വ്രതം പുതുക്കി, വർഷങ്ങൾക്ക് ശേഷം നിത്യവ്രതം എടുത്ത്, അതുപോലെ വീണ്ടും വളർന്നതിന് ശേഷമാ വ്രതം എടുത്തു വരുന്നൊരു സന്യാസിനി ജീവിക്കാമെന്ന് ഏറ്റുപറയുന്ന വ്രതം ലംഘിച്ചു വരുമ്പോൾ ശരത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എല്ലാം കുത്തിപ്പൊക്കിയെന്ന്. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ പറയുന്നതാ. സഭയ്ക്ക് മേലിലേക്ക് എല്ലാം പറഞ്ഞൊതുക്കി അവരാ മഠത്തിൽ തന്നെ കാരക്കാമലയിൽ ജീവിക്കുന്ന ആ സ്ത്രീ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് സഭാ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ. ഇവിടെ ബിനു ചാക്കോ അത്ര ബുദ്ധിമുട്ടണ്ട. ദീപിക നല്ല മലയാളത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദീപിക അനുസരണം എന്ന വ്രതത്തിനെതിരെ 2015 നൽകിയ സ്ഥലം മാറ്റം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്ന ആദ്യത്തെ ചാർജിൽ ആ വർഷം ഓർത്തു വെക്കണം. 2015 നൽകിയ സ്ഥലം മാറ്റം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നു പറഞ്ഞ് മദർ സുപ്പീരിയർ കൊടുത്ത കത്ത് എന്നാണ്? 2019 ജനുവരി 1. ഈ ഒരൊറ്റ കാര്യം പോരെ? നിങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കുന്നതാണ്. 2015 ഉണ്ടായ ഒരു സംഭവത്തിന് 2019 ജനുവരി മാസം 1-ാം തീയതി ഉണ്ടായ വെളിപാടുണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് പോലും ദഹിക്കാത്തതാണ്. ശരത്തിനോട് ആര് പറഞ്ഞു ജനുവരി 1 കത്ത് കൊടുത്തെന്ന്? ശരത്തിനോട് ആണല്ലോ. ഇനി ശരത്ത് ഒരു കാര്യം പറയട്ടെ. 2019 അങ്ങനെയാണെങ്കിൽ ദീപികയെങ്കിലും മിനിമം വായിക്കണം. 2019 ജനുവരി 1 സന്യാസി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്ററിന് അയച്ച കത്തിൽ എന്തുകൊണ്ടാണ് ജനുവരി 9 ആലുവ സുപ്പീരിയർ ജനറലിനെ കാണണമെന്ന് പറയുന്നു വിവരിച്ചിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ശരത്ത്. ഇതിനാണ് മറുപടി വേണ്ടത്, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരത്ത്, ഞാനൊരു കാര്യം പറയട്ടെ ശരത്ത്. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സുജാ സൂസൻ ജോർജും റിജു കാഞ്ഞൂക്കാരനും പറയുമ്പോൾ നിങ്ങൾക്ക് ഉപചോദ്യങ്ങളില്ല, ഇടപെടലില്ല. നിങ്ങളാണ് ഇവിടെ ആരോപണ വിധേയമായി നിൽക്കുന്നത്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. തുടങ്ങിയ ഉടനെ നിങ്ങൾ ഉപചോദ്യമായിട്ട് വരും. വരും ബിനു ചാക്കോ, വരും. സംശയമൊന്നും വേണ്ട. ഇതിന് സുജാ സൂസൻ ജോർജിനോട് ചോദിക്കാൻ കഴിയുമോ? 2015 സ്ഥലം മാറ്റം നിഷേധിച്ചുവെങ്കിൽ 2019 ജനുവരി 1 കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നത്? ശരത്തെ, ഞാനൊന്ന് മറുപടി പറയട്ടെ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞു തീർന്ന് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം. ശരത്തെ, നിങ്ങൾ പറയുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പുമായി ബന്ധപ്പെട്ട സമരസമിതിക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളടക്കം ഇന്നലെയും ഒക്കെ കാണിച്ചതാണ്. സമരസമിതിയുടെ കൺവീനറായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വട്ടോളിയച്ചന് സഭാ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തപ്പോൾ അതിന് മാന്യമായ മറുപടി കൊടുത്ത ഒരു വട്ടോളിയച്ചൻ അപ്പുറത്തുണ്ട്. വട്ടോളിയച്ചനെ കുറിച്ച് അതോടെ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട് ഇപ്പുറത്ത് അല്ലല്ല, അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാമെന്നോ? അത് പറയുമ്പോൾ സഭയുടെ നിയമങ്ങൾ അവിടുത്തെ സന്യാസിനിക്കും പുരോഹിതനും ഒരേപോലെ ബാധകമാണ്. ഇവിടെ ഈ സന്യാസിനി എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കൃത്യമായ വിവരങ്ങളുണ്ട്, കൃത്യമായ പ്രശ്നങ്ങളുണ്ട്, കുത്തിപ്പോക്കലല്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിനൊരു മറുപടി ഉണ്ടെങ്കിലാകാം. ബിനു ചാക്കോ, 2015 ഒരു പ്രശ്നത്തിന് 2019 ജനുവരി 1 ഒന്നാമത്തെ പ്രശ്നം അതാണ്, അനുസരണമില്ലായ്മ. അതിന് ഉയർത്തിക്കാട്ടുന്ന വിഷയം സംഭവിച്ചത് 2015 ഞാൻ അത്രേ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ മറുപടി പറയാം. ഇതിനാണ് മറുപടി വേണ്ടത്. ഫ്രാൻസിസ്കൻ സന്യാസിനിമാർ ഈ സിസ്റ്ററുമായി കാരക്കാമല, ഞാൻ പറയട്ടെ, കാരക്കാമല ഇടവകയിൽ നിന്ന് അവരെ വേദപാഠ അധ്യാപന സ്ഥാനത്ത് നിന്നും കുർബാന കൊടുക്കുന്നത് വിലക്കിയപ്പോൾ അവിടെ കുറച്ചു പേര് ബഹളം വെച്ച് വന്നപ്പോൾ അന്ന് ഈ FCC സന്യാസിനി സമൂഹം ഇറക്കിയ വാർത്താക്കുറിപ്പോട് നിങ്ങൾ എടുക്കുക. അതിനകത്ത് പറയുന്നുണ്ട്, ഈ സന്യാസിനി കുറെ നാളുകളായി ഞങ്ങളെ അനുസരിക്കാതെ നിയമം പാലിക്കാൻ നടക്കുന്നതാണ്, വിവിധ തരത്തിൽ കത്തുകൾ കൊടുത്തിട്ട് അനുസരിക്കാതിരിക്കുന്നത് അന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് എന്തേ അന്ന് നടപടി എടുക്കാതിരുന്നത്? എന്റെ ചോദ്യം അതാണ്. എന്താണ് കാരണം എന്നല്ല. ശരി, ദീപികയും സഭയും പറയുന്നത് ഞങ്ങൾ മതേതര സമൂഹം വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ 2015 ഈ സംഭവത്തിന് 2019 വരെ കാത്തിരുന്നത് എന്തുകൊണ്ട്? അന്ന് നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അത് മാത്രമല്ല, വേറെയുമുണ്ട്. അധികാരികൾ അനുവാദം നൽകാതിരുന്നിട്ടും കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അനുവാദം നിഷേധിച്ചിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും സന്യാസവ്രതം ലംഘിച്ച് സ്വന്തമായി വാഹനം വാങ്ങുകയും ചെയ്തു. പ്രസ്തുത വാഹനം വാങ്ങാനായി അധികാരികളുടെ അനുവാദമില്ലാതെ ലോൺ എടുത്തു. ഇങ്ങനെ ഒരു പിടി കുറ്റം ആ സിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2015 കടന്ന് 16, 17, 18 3 വർഷം 2019 ജനുവരി 1 വെളിപാടുണ്ടായത് സഭയ്ക്ക്? ശരത്ത് ഞാൻ പറയട്ടെ, ശരത്ത് പറഞ്ഞതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. അവർ വണ്ടി എടുത്തത് ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട സമരത്തിന് ശേഷമല്ലല്ലോ, അതിനു മുമ്പ് അവർ വണ്ടി എടുത്തു. അത് ശരി, 2019 ജനുവരി 1 എന്ന് പറയുന്നത് ഈ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പ്രശ്നത്തിന് മുമ്പാണ്. എനിക്ക് മനസ്സിലായില്ല. അന്ന് സഭ വിലക്കിയിട്ടുണ്ട്. അല്ല, വിലക്കോ? എന്ത് വിലക്ക്? ഇത് ഈ സന്യാസ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന കുറ്റം ചെയ്തു, അച്ചടക്കം ലംഘിച്ചു, നിങ്ങൾ പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ വിലക്കിയിട്ടുണ്ടെന്നോ? എന്തുതരം വിശദീകരണമാണെന്ന് ബിനു ചാക്കോ തന്നെ സ്വയം തീരുമാനിച്ചാൽ മതി. താങ്കൾക്ക് പോലും ബോധ്യപ്പെടാത്ത വിശദീകരണമാണ്. ശരത്ത് 2 മിനിറ്റ് ഇടപെടാതിരിക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് പറയും. എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ ഈ പൊതുസമൂഹത്തോടും ഇത് കേൾക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ഒരു 2 മിനിറ്റ് എന്നാൽ മതി, ഇടപെടരുത്. ഒന്ന്, ശരത്ത് 2015 മുമ്പ് അവർ പുസ്തകം ഇറക്കിയപ്പോഴും അവരുടെ കുറിപ്പിൽ തന്നെ ഉണ്ടല്ലോ, ആ കാരണക്കാലിക്കൽ നോട്ടീസിൽ പുസ്തകം ഇറക്കിയപ്പോഴും അവർ വണ്ടി വാങ്ങിച്ചപ്പോഴും ലൈസൻസ് എടുത്തപ്പോഴും അനുവാദമില്ലാതെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ന് അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അവരുടെ സഭയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിലാണ്, ജനറലേറ്റിലേക്കാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ അവരംഗമായിരിക്കുന്ന മാനന്തവാടി പ്രോവിൻസിൽ നടക്കുകയായിരുന്നു. അവരുടെ പരിധിയിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയപ്പോൾ ജനറലേറ്റിലേക്ക് വിളിച്ചിട്ട് പോലും മറുപടി വരാൻ തയ്യാറാകാതെ ഇന്നും സഭാവിരുദ്ധതയും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഹീറോയാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറിച്ച് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ബിനു ചാക്കോ ഈ ഉന്നയിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടിയും അതിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന്, വളരെ പരസ്യമായി വിഷയത്തെ ജനങ്ങൾക്ക് മുൻപിൽ എത്തിച്ചത് ദീപികയാണ്. ആ ദീപികയുടെ വിശദീകരണത്തിൽ ഒരിടത്തും ഇവർ നിലവിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണെന്ന് പറയുന്നില്ല. 2015 മുതൽ ഈ തരം സന്യാസ സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അന്നവരെ വിലക്കിയിട്ടുണ്ട് എങ്കിൽ, അത് കുത്തിപ്പൊക്കി 2019 ജനുവരി 1 പുറത്താക്കുന്ന നടപടികളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തൃപ്തികരമായ ഒരു വിശദീകരണവും ബിനു ചാക്കോയുടെ ഈ പറഞ്ഞതിലുമില്ല. ദീപികയിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ നിലവിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നയാളാണെന്നുള്ള നിലയിലുമില്ല. റിജു, ഒപ്പം അഡ്വക്കേറ്റ് MC ആഷി കൂടി ചേരുന്നുണ്ട്. ഈ വിഷയം ഈ ഭാഗമായതുകൊണ്ടാണ് എന്തെങ്കിലും തരത്തിൽ ഈ കാരണങ്ങൾ, സിസ്റ്റർ ലൂസിക്കെതിരെ ഉന്നയിക്കുന്ന കാരണങ്ങൾ യുക്തിസഹമാണോ, പറഞ്ഞു നിൽക്കാൻ കഴിയുന്നതാണോ? റിജു, ബിനു ചാക്കോ പറഞ്ഞതുകൂടി വെച്ചുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ചുരുക്കി വേണം. ഒരിക്കലുമല്ല. എനിക്ക് ഒരിക്കലുമല്ല. ബിനു ചാക്കോ ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. പറഞ്ഞതല്ലാണ്ട് ബിനു ചാക്കോന്റെ, എനിക്ക് ഇത് വായിച്ചുള്ള അറിവേ ഉള്ളൂ. ബിനു ചാക്കോന്റെ മറുപടിയിൽ ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ബിനു ചാക്കോ 15 മിനിറ്റായി ഞാൻ പറയട്ടെ എന്ന് പറയുന്നതല്ലാതെ ഒരു യുക്തിസഹമായ ഒരു മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. 2015 മുതൽ മഠത്തിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് 4 വർഷം സഹിക്കുന്നത്? ഈ ഫ്രാങ്കോയ്ക്കെതിരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിനെ നേരെ കൈ ചൂണ്ടിയപ്പോൾ മാത്രമാണ് ഇവർക്ക് വേദനിച്ചത്. അതുവരെ ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ ഇവിടെ വന്ന് സമരത്തിൽ പങ്കെടുത്ത് തിരിച്ച് സ്വന്തം മഠത്തിൽ ചെല്ലുന്നതിന് മുമ്പ് പിറ്റേ ദിവസം കാറ്റഗിസം പഠിപ്പിക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ജനങ്ങൾ, അവിടുത്തെ ഇടവക ജനങ്ങൾ പാരിഷ് കൗൺസിൽ കൂടിയ വികാരിച്ചിന്റെ റൂമിന്റെ പുറത്ത് തടിച്ചുകൂടി ഇനി ഈ തീരുമാനം മാറ്റാതെ അച്ഛനെ പുറത്തേക്ക് വിടില്ല, പാരിഷ് കൗൺസിൽ അംഗങ്ങളെ ഒരാളെ പോലും പുറത്തേക്ക് വിടില്ല എന്ന് ഇടവക ജനങ്ങൾ പറഞ്ഞപ്പോൾ അത് തിരുത്തേണ്ടി വന്നു. ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങി ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വന്നപ്പോൾ വീണ്ടും അടുത്ത ഒരു മരുന്നും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഒരാൾ പോലും ഈ കന്യാസ്ത്രീ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന കന്യാസ്ത്രീകൾ ഇനി ചോദ്യം ചെയ്യരുത്, തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, തങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പുറത്ത് സമൂഹത്തോട് ഒരാളും പറയരുത്. അവർ അതിൽ അടങ്ങി ഒടുങ്ങി കഴിഞ്ഞുകൊള്ളണം. 3 ഗണത്തിൽ തന്നെ നമുക്ക് കന്യാസ്ത്രീകളെ പെടുത്താം. കുറച്ചു പേർ എല്ലാം സഹിച്ച് വേദനിച്ച് വീട്ടിൽ തിരിച്ചു പോകാൻ വീട്ടിൽ പയ്യ അങ്ങനെ അവസ്ഥയിൽ കഴിയുന്നവർ.
മറ്റു ചിലർ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അഭയ കേസിലെ സ്റ്റെഫിയെ പോലെയോ അല്ലെങ്കിൽ MJ കോൺഗ്രസിന്റെ ജനറൽ ആളമയെ കുറിച്ച് മറ്റ് മൂന്നാമത്തെ ചിലരുണ്ട്, സിസ്റ്റർ ലൂസിയെ പോലെയുള്ളവർ പ്രതികരിക്കുന്നവർ. അവരെ സഹിക്കാൻ ഇവർക്ക് പറ്റില്ല. നിങ്ങൾ മഠത്തിന് പുറത്തേക്ക് പോകണം, സഭയ്ക്ക് പുറത്തേക്ക് പോകണം എന്നാണ് അവർ പറയുക. അങ്ങനെ വിരൽ ചൂണ്ടുന്നവരുടെ വിരലൊടിക്കുക, വിരലൊടിച്ചിട്ട് അവർ നിന്നില്ലെങ്കിൽ അവരുടെ കഴുത്തൊടിക്കുക. അതാണ് സഭാ നേതൃത്വം നിലകൊള്ളുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ സഭാ നേതൃത്വം എന്തിനാണ് ഭയക്കുന്നത്? അവർക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ, അവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലെങ്കിൽ അവരെന്തിനാണ് പേടിക്കുന്നത്? റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് MC ആഷി കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് MC ആഷി, ഇവിടെ ഇതിപ്പോൾ സഭ ഇവരുടെ കാര്യത്തിൽ, സിസ്റ്റർ ലൂസിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടെടുക്കുന്നു. അത് ദീപിക പരസ്യമായി അത് വെളിപ്പെടുത്തുന്നു. നേരത്തെ ഇപ്പോൾ കൊട്ടിയൂർ പീഡന കേസിൽ ഫാദർ റോബിൻ വലിയ പ്രതിയായി ഇന്നും അകത്ത് കിടക്കുന്ന സാഹചര്യം വന്നപ്പോഴായാലും ബിഷപ്പ് ഫ്രാങ്കോ ഉൾപ്പെട്ട പ്രശ്നത്തിൽ ഒന്നും എഴുതാത്ത, വിശദീകരിക്കാത്ത നിലയിലുള്ള ഒരു ഇടപെടൽ ദീപിക നടത്തിയെന്ന വിമർശനമൊക്കെ ഇതിനോടകം ഇവിടെ വന്നിട്ടുണ്ട്. ഈ വിധത്തിൽ കുറ്റങ്ങൾ 2015 മുതലുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ശ്രമം വന്നിട്ടുള്ളത്. വരുന്ന ആ കത്ത് കൊടുത്തതാകട്ടെ 2019 ജനുവരി 1 നിയമപരമായ നടപടികളടക്കം സ്വീകരിക്കുമെന്ന പരാമർശവുമൊക്കെ ഈ ദീപികയിലെ ഈ ലേഖനത്തിൽ അടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരവും യുക്തിസഹവുമാണോ ഈ വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകൾ, കുറ്റം ചാർത്തി കൊടുക്കൽ സിസ്റ്ററിന്? അല്ല, ഇത് നമ്മൾ ഈ നിലവിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വേണം ഇതിനെ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ഇവര് ഈ സഭയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇപ്പൊ കോൺഗ്രിഗേഷന്റെ ആണെങ്കിൽ കോൺഗ്രിഗേഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. പക്ഷെ ആ നടപടികളെല്ലാം തുടങ്ങുന്നത് ഇവിടെ ഒരു പൊതു നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഉയർത്തുവരികയും അതില് സഭയുമായി ബന്ധപ്പെട്ട ചിലർ പ്രതികളാവുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൊതു നിയമവും പേഴ്സണൽ ലോയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട്. അവർക്ക് ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരുടേതായ നിയമങ്ങളും നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം നിയമം മൂലം സംരക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ പൊതുവ്യവസ്ഥയെ ബാധിക്കുന്ന സമയത്ത് ഈ പൊതു നിയമങ്ങളാണ് ബാധകമാവുക. സഭയ്ക്കകത്തുള്ള ഒരു വ്യക്തി സഭയ്ക്കകത്ത് നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടുള്ള ശിക്ഷയ്ക്ക് വേണ്ടി പിന്നെ CRPC പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ പേഴ്സണൽ നിയമങ്ങൾക്കാകില്ല. അവിടെയാണ് ഇത്തരം നടപടിക്രമങ്ങളുടെ കുഴപ്പങ്ങൾ രംഗത്ത് വരുന്നത്. ഈ ഇരയാക്കപ്പെടുന്നവരും ഇരയെ സഹായിക്കുന്നവരും സാക്ഷികളാകുന്നവരുമായ ആളുകളെ ഭീഷണിപ്പെടുത്തുക, ആ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റുക, തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ പൊതു നിയമങ്ങളെയും സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് കേസുകൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതിലേക്കുള്ള ചില ലക്ഷ്യങ്ങളാണോ ഇവർ വെക്കുന്നത് എന്ന് ഇതിനകത്തൊരു സംശയം ഉയർന്നു വരുന്നത് ആ സാഹചര്യത്തിലാണ്. തീർച്ചയായിട്ടും ഇത് വളരെ മുമ്പുള്ള ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഇപ്പോൾ അതിന്റെ ഒരു വിശദാംശം, അതായത് ഒരു പൊതു നിയമത്തിന് വഴിപ്പെടണം. നേരത്തെ ബിഷപ്പ് ഫ്രാങ്കോ പ്രതിയായ ഘട്ടത്തിലും ആ വലിയ വിമർശനം ഉയർന്നു വന്നതാണ്. കാനൻ നിയമത്തെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ലേഖനത്തിന്റെ അവസാനം പറയുന്നത് ഇത് സുപ്പീരിയർ ജനറലിനെതിരെയുള്ള അനുസരണക്കേടായി കരുതുകയും, എന്ന് വെച്ചാൽ നേരിട്ട് വന്ന് വിശദീകരിക്കണമെന്ന് പറയുകയും വരാതിരിക്കുകയും ചെയ്തു. അവർ പോയിട്ടുമില്ല. അങ്ങനെ വന്നാൽ അത് അനുസരണക്കേടായി കരുതുകയും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രസ്തുത കത്ത് അവസാനം. എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ആഷി പറഞ്ഞ പോലുള്ള ഒരു പൊതു നിയമത്തിന് വഴിപ്പെടാൻ സഭയും അല്ലെങ്കിൽ ഈ സുപ്പീരിയർ ജനറലിന്റെ കത്തിലും തയ്യാറാകുന്നു എന്നാണ് സൂചന. അതിൽ ആദ്യത്തെ കുറ്റമായി പറയുന്നത് 2015 സ്ഥലം മാറ്റം മുതൽ ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിലൊരിടത്തും തുടർന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഈ കുറ്റങ്ങൾക്ക് ഏതെങ്കിലും നടപടികൾ സഭയ്ക്കുള്ളിൽ സ്വീകരിച്ചതായി പറയുന്നില്ല. ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിലും അന്നുയർന്ന വിമർശനം അതായിരുന്നല്ലോ. പക്ഷേ രസകരമായ ഒരു കാര്യം, ഈ പരാതികളെല്ലാം ചൂണ്ടിക്കാട്ടി ആദ്യത്തെ നടപടിയായി പറയുന്നത് 28/11/2018 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബർ മാസം, ഏതാണ്ട് ഈ ഫ്രാങ്കോ പ്രശ്നം കത്തി നിന്ന സമയത്തായിരിക്കണം. ഫോൺ വഴിയും പിന്നീട് 12/12/2018 കത്തുവഴിയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഫ്രാങ്കോ പ്രശ്നത്തിൽ നേരിട്ട് ആ കന്യാസ്ത്രീകൾക്ക് പിന്തുണ അർപ്പിച്ച സമരത്തിലേക്ക് പോയതിനെ തുടർന്നാണ് ഈ 2015 മുതലുള്ള കുത്തിപ്പൊക്കൽ എന്നത് വ്യക്തമല്ലേ? മാത്രമല്ല ഇതിൽ തന്നെ പറയുന്നുണ്ട്, തൃശ്ശൂരേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് മഠത്തിൽ നിന്ന് പോയത്, എത്തിയത് കൊച്ചിയിലെ സമരപ്പന്തലിൽ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിച്ചു, മാധ്യമങ്ങളുമായി സംസാരിച്ചു, മാധ്യമങ്ങൾക്ക് ലേഖനം നൽകി. അങ്ങനെ തുടർച്ചയായ വിഷയം, യഥാർത്ഥ പ്രശ്നം അതൊക്കെയാണെന്ന് ദീപിക തന്നെ പറയുന്നുണ്ട്, സഭ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ കുത്തിപ്പൊക്കലാണ് ഇതിലൂടെ അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അഡ്വക്കേറ്റ് MC ആഷി, തന്നെയാണ് ഒരു സംശയത്തിന്റെ മുന വരുന്നത്. അങ്ങനെ തന്നെയാണ് ഈ കുത്തിപ്പൊക്കൽ എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതുപോലുള്ള ചില നിയമങ്ങൾ ഈ പിതാക്കന്മാർക്കൊക്കെ ബാധകമാണ്, അവർക്കും ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ബാധകമാണ്.
ഒരു നടപടി പോലും ആരും ഇവിടെ എടുത്തതായിട്ട് പറയുന്നില്ല. ഈ കന്യാസ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്രകാരം പിന്നെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു കൊള്ളാമെന്നും കന്യകാത്വം കാത്തു സൂക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉറപ്പുവരുത്തേണ്ടതിന്റെ ബാധ്യത ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും സന്യാസിനി സമൂഹത്തിനും ഒക്കെ ഉണ്ട്. അവരുടെ കന്യകാത്വം സുരക്ഷിതമല്ല എന്ന് തോന്നിയപ്പോഴാണ് അവർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയതും പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചതും. ആ ഫേസ്ബുക്കിനകത്ത് സിസ്റ്റർ സൂചിപ്പിച്ചിട്ടുള്ള വാചകങ്ങളുണ്ട്. ഞങ്ങളിവിടെ പൂ പറിക്കാൻ പോകുന്നവരും മടിച്ചു കളിക്കാൻ നടക്കുന്നവരുമാണ്. ഇതൊക്കെ കടുത്ത പുരുഷാധിപത്യത്തിന്റെ ലക്ഷണങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പൊതുസമൂഹം ഇടപെടേണ്ടി വരുന്നത്. ഇത് ആരുടെയെങ്കിലും വ്യക്തിപരമായോ മതപരമായോ ഉള്ള താല്പര്യത്തെ ലംഘിക്കുകയല്ല. പക്ഷെ വളരെ മുമ്പുള്ള ഒരു കാര്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പ്രമാദമായ കേസ് നടക്കുമ്പോൾ അതിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾക്കെതിരെ യാതൊരു നടപടികളുമില്ല, നിലപാടുകളുമില്ല. മറിച്ച് ഇരയാക്കപ്പെട്ടവർക്കും പരാതിപ്പെടുന്നവർക്കും എതിരെ ശക്തമായ നടപടികളുമായിട്ട് വരുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ആശാസ്യകരമല്ല. അത് പൊതു നിയമത്തെ ബോധപൂർവം ലംഘിക്കലാണ്. അത് ഇന്ത്യയെ പോലുള്ള ഒരു പൊതുസമൂഹത്തിനകത്ത് ആശാസ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല. അഡ്വക്കേറ്റ് MC അഷി, ഞാൻ മടങ്ങി വരാം. സുജ സൂസൻ ജോർജിലേക്കും ബിനു ചാക്കോയിലേക്കും റിജുവിലേക്കുമാണ് വരുന്നത്. ഏതായാലും കന്യാസ്ത്രീയുടെ പരാതിയെ തുടർന്ന് ബിഷപ്പ് ഫ്രാങ്കോ കേസ് എങ്ങനെയാണോ സഭ കൈകാര്യം ചെയ്തത്, ആ കാലത്ത് എങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളാണോ അന്ന് നേരിട്ടത്, അതേ പാതയിലൂടെ സിസ്റ്റർ ലൂസിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ലൂസിക്കെതിരെ കുറ്റപത്രം ചുമത്തുന്ന ഘട്ടത്തിൽ വരുന്ന ഈ പിഴവുകൾ, വളരെ പരസ്യമായ പിഴവുകൾ, വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനാവാത്ത പിഴവുകൾ സൂചിപ്പിക്കുകയാണ്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനുള്ള വലിയ അവസരം ഒരുക്കി തന്നത് സഭാ പ്രസിദ്ധീകരണമായ ദീപിക തന്നെയാണ് എന്നതാണ് ഏറ്റവും രസകരവുമായി മാറിയത്. വേഗം മടങ്ങി വരാം, ചെറിയൊരു ഇടവേള. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീമതി സുജ സൂസൻ ജോർജ്, നേരത്തെ ബിനു ചാക്കോ സംസാരിച്ചു. ബിനു ചാക്കോയെ ഒരു ഭൂരിപക്ഷ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി കണ്ടാൽ ആദ്യം തന്നെ ശ്രീമതി സുജ സംസാരിക്കുമ്പോൾ പറഞ്ഞു വെച്ചത് അതിൽ ചില സൂചനകളുണ്ട്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേട്ട പ്രയോഗങ്ങൾ ഇവിടെ പ്രസക്തമായി വരും. ഈ അഭിപ്രായം പറയുന്ന സുജ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ആണെന്ന് പറയാം, ഒരു നിരീശ്വരവാദിയാണെന്ന് പറയാം, അവിശ്വാസിയാണെന്ന് പറയാം എന്ന് ധ്വനിയും സൂചനയും നൽകുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഈ ലിംഗസമത്വം എന്ന് പറയുന്നതൊന്നും ഇതിൽ പെടില്ല എന്ന് തുറന്നു പറയാൻ ബിനു ചാക്കോയ്ക്ക് യാതൊരു മടിയുമില്ല. ആ നിലയിൽ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ സാധ്യമല്ല. അതെങ്ങനെ സാധ്യമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ടാകുന്ന ഒരു സഭയെക്കുറിച്ച് ഒരൊറ്റ റിപ്പോർട്ട് എടുത്തു വെച്ച് പറയുന്നതൊന്നും അവരെ ഒന്നും ഏശുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ലിംഗസമത്വം എന്ന വാദവും ഏശില്ല. ഈ രൂപത്തിൽ യഥാർത്ഥത്തിൽ ശബരിമലയിൽ അടക്കം കണ്ടതുപോലെ വിശ്വാസ സമൂഹത്തിലെ ഭക്തരിലെ ഒരു വലിയ വിഭാഗം ആത്മീയ അനുസരണയാണ് ആഗ്രഹിക്കുന്നത്. ആ അനുസരണയുടെ പാഠം ഈ കന്യാസ്ത്രീ സിസ്റ്റർ ലൂസിക്കും ബാധകമാണ് എന്നാണ് അവർ വിചാരിക്കാനിടയുള്ളത്. ഒരു മാറ്റത്തിന് തയ്യാറാവില്ല. ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറായി കന്യാസ്ത്രീ ആയെങ്കിൽ അങ്ങനെ തന്നെ തുടർന്നുകൊള്ളണം. അതാണ് ആത്മീയ അനുസരണ. ശ്രീമതി സുജ സൂസൻ ജോർജ്, സിസ്റ്റർ തന്നെ എഴുതുന്ന രണ്ട് വരികളുണ്ട്. അവർ പറയുന്ന ഇതാണ്: സിസ്റ്റർ ആകാൻ വരുന്നവർക്ക് ആ തിരുവസ്ത്രം സ്വതന്ത്രമായും വിശുദ്ധമായും ധരിക്കാനുള്ള അവകാശമുണ്ടാകണം. യഥാർത്ഥത്തിൽ ആ വരികളിൽ ഇതെല്ലാം ഉണ്ട്. ലോകം മാറിയിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ നവോത്ഥാനം നൽകിയ അവസരങ്ങളുണ്ടായിരുന്നു സ്ത്രീകൾക്ക്. ആ അവസരങ്ങൾ ഉപയോഗിച്ച് പഠിച്ച് മുന്നേറിയവരാണ് കേരളത്തിലെ സ്ത്രീകൾ. ഇപ്പൊ സിസ്റ്റർ ലൂസിയയും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ ആധുനിക കാലത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ അവര് വിശ്വസിക്കുന്ന സഭയിലും ആ ജനാധിപത്യത്തിന്റെ തുറവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് കവിയാണ്. അവരുടെ കവിത്വം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സിസ്റ്റർ ബെനീഞ്ഞെ പോലെയുള്ളവർ മഹാകവികളായ ഒരു സമൂഹമാണ് കേരള സമൂഹം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സിസ്റ്റർ ബെനീഞ്ഞയുടെ കവിതകൾ. അതിന്റെ പിന്മുറക്കാരിയാണ് സിസ്റ്റർ. അങ്ങനെയുള്ള സിസ്റ്ററിനെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് മുഖം തിരിക്കുക എന്നുള്ളതാണ് ഈ സഭ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ വിമൻ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കമ്മീഷന്റെ കാര്യം പറഞ്ഞു. ആ കമ്മീഷൻ ഉണ്ടാകാൻ ഇടയായ സാഹചര്യം എന്താണ്? ഈ സഭയും ജനാധിപത്യത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നു, ലിംഗസമത്വത്തിന്റെ അവകാശം അംഗീകരിക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഉള്ള ഒരാൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടാണ് ഇതിന്റെ മുകളിലെത്തുന്നത്, അധികാരത്തിന്റെ മുകളിലെത്തുന്നത്.
അതിന്റെ തുറസ് ഇവിടെ ഉണ്ടാവണം. 1957 എല്ലാ കന്യാസ്ത്രീകളെയും നിരത്തിൽ ഇറക്കി നിർത്തി വിമോചന സമരം നടത്തി. ആ കാലം പോയി. ഇപ്പം സഭയ്ക്കുള്ളിൽ നടക്കുന്ന സമൂഹം, ഞാൻ സഭയെന്ന് മാത്രമല്ല പറയുന്നത്, സമൂഹത്തിനുള്ളിൽ ഉണ്ടാകുന്ന അനീതിക്കെതിരെ കന്യാസ്ത്രീകൾ പ്രതികരിക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിൽ സ്ത്രീകളെ ഇല്ലാതാക്കാനായിട്ട്, അവരെ പുറത്താക്കാൻ അവർ വിശ്വസിക്കുന്നു. സഭയിൽ അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവർ തിരുവസ്ത്രത്തിൽ വിശ്വസിക്കുന്നു, അവർ എന്നാൽ സഭയിൽ സ്വതന്ത്രമായി പുരുഷനുള്ള അവകാശം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പൗരോഹിത്യത്തിനുള്ള അവകാശം അവർ കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതുന്നു. യേശുവിനെ ആരാധിക്കാനുള്ള അവകാശം ഈക്വൽ ആണ് എന്ന് കരുതുന്നു. ആ അവകാശം നൽകുകയാണ് സഭ ചെയ്യേണ്ടത്. അല്ലാതെ എത്ര കാലം ഇതിനെ പിടിച്ചു വെക്കാൻ കഴിയും? ഇപ്പൊ വേറൊരു കാര്യം ഇപ്പൊ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. മാരാമൺ പോലെയുള്ള വലിയ കൺവെൻഷൻ കേന്ദ്രങ്ങളിൽ 6 മണിക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ചോദ്യം ചെയ്യപ്പെട്ടേ മതിയാവൂ. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് ചെയ്യും, സ്ത്രീകൾ ചെയ്യും. കാരണം സ്ത്രീകൾ പൂക്കുന്ന കാലമാണിത്, സ്ത്രീകൾ കരുത്ത് പ്രകടിപ്പിക്കുന്ന കാലമാണിത്. ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ഒരു അധികാരഘടനയ്ക്കും, അത് പൗരോഹിത്യത്തിന്റെ ആവട്ടെ, ബ്രാഹ്മണ്യത്തിന്റെ ആകട്ടെ, പുരുഷാധിപത്യത്തിന്റെ ആകട്ടെ, ഒരു ഘടനയ്ക്കും ഇനി അധികം കാലം പിടിച്ചു നിൽക്കാനാവില്ല. സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ് കൊടുത്തേ മതിയാവൂ. ആ നിലയിൽ സ്ത്രീകൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. നവോത്ഥാനം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഇടയിലാണ്, ദളിതരുടെ ഇടയിലാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലാണ്. അത് കേരളവും ഇന്ത്യയും ലോകവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം നീങ്ങുന്നവരാണ് ബൗദ്ധിക ശേഷിയുള്ള സഭകൾ, അല്ലെങ്കിൽ ഏത് വിഭാഗമാണെങ്കിലും അതിനൊപ്പം നീങ്ങുക, അവസരം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ഷേത്ര പ്രവേശനം നടന്നത് സമരം കൊണ്ടാണ്. പക്ഷെ ആ സമരത്തിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു മറുവിഭാഗവും ഉണ്ടായിരുന്നു. ഇതുപോലെ പല ക്ഷേത്രങ്ങളും പല ആരാധനാലയങ്ങളും തുറന്നു കൊടുക്കുന്നതും അങ്ങനെയാണ്. അത്തരം ഒരു തുറസിലേക്ക് ജനാധിപത്യത്തിലേക്ക് സഭകൾ വരേണ്ടതാണ്. ഇത് സഭയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതിന്റെ ആന്തരികമായി നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം. ബിഷപ്പ് ഫ്രാങ്കോ ജയിലിൽ നിന്ന് പോയിട്ട് കൂടുതൽ വിശുദ്ധനായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതന്മാരും കന്യാസ്ത്രീകളും അല്ലാത്ത സഭാവിശ്വാസികളും ഒക്കെ ഇത് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കാണുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരു സഭാ നേതൃത്വം ചെയ്യേണ്ടത്. ബിനു ചാക്കോ, ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. തേനീച്ച കോളനിയിലെ വേലക്കാരികളെ പോലെ എല്ലാ കാലത്തും ഈ കന്യാസ്ത്രീകളെ ഇട്ട് പണി ചെയ്യിക്കാൻ കഴിയില്ല. ഇതാണ് അതിന്റെ തുറന്നു പറച്ചിൽ. ഇതിനപ്പുറം അതിൽ പറയാനാവില്ല എന്നാണ് സൂസൻ ജോർജ് പറയുന്നത്. ബിനു ചാക്കോ, ഇതിലൊരു പ്രശ്നം, ഈ ദീപികയുടെ ഈ ലേഖനത്തിന്റെ തലക്കെട്ട് കത്തോലിക്ക സന്യാസം വീണ്ടും അപഹസിക്കപ്പെടുമ്പോൾ എന്നാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീമതി സുജ സൂചിപ്പിച്ചതുപോലെ 2015 മുതലുള്ള കുറേ കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ടല്ലോ. അതിലൊരെണ്ണം കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമാണ്. അവർ ഏതൊക്കെ തരത്തിലുള്ള മോശപ്പെട്ട കവിതയാണ് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചത്, സഭയ്ക്ക് ഏത് തരത്തിലുള്ള അപായമാണ് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നൊന്നും വിശദീകരിക്കാതെ കവിത പ്രസിദ്ധീകരിക്കുന്നത് ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് തെറ്റായ കാര്യമാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ, ഈ ലേഖനത്തിലൂടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ സഭയാണ് അപഹസിക്കപ്പെടുന്നത്. 2015 മുതലുള്ള കുറേ കാരണങ്ങൾ ഇത് തന്നെയാണ്. ഫ്രാങ്കോയുടെ കേസിൽ കന്യാസ്ത്രീ ഈ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത്, കന്യാസ്ത്രീക്കെതിരെ പരാതിയുണ്ട്, ആഭ്യന്തര അന്വേഷണം നടക്കുന്നു, എന്നിട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ 3-4 വർഷമായി ഒരന്വേഷണത്തിൻ്റെയും തീർപ്പുണ്ടായിട്ടില്ല, ഉടൻ തീരും, നാളെ തീരും എന്ന മട്ടിൽ അഭിപ്രായം പറയുക. യഥാർത്ഥത്തിൽ ഇവിടെ സഭയാണ് അപഹസിക്കപ്പെടുന്നത്. അല്ല ശരത്തെ, ഒന്ന് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ട് ശരത്തിന് അതിന് മറുപടി പറയാം. നമ്മളിത് മനസ്സിലാക്കുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാവുന്ന തരത്തിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ഷമയോടെ ഞാനത് മറുപടി പറയാം, അത് കേൾക്കണം. ഒന്ന്, സുജാ സൂസൻ ജോർജ് ഏറെ ബഹുമാനിക്കുന്ന സുജാ സൂസൻ ജോർജിൻ്റെ പറച്ചിൽ കേട്ടാൽ കത്തോലിക്ക സഭയിലെ പെണ്ണുങ്ങൾ മുഴുവൻ പെരയ്ക്കകത്ത് മുഖമടച്ച് കഥകടച്ചിരിക്കുന്നവരാണ് എന്നുള്ള വ്യാഖ്യാനയാണ്. കത്തോലിക്ക സഭയിലെ സ്ത്രീകൾ മുഴുവൻ പള്ളിയിൽ പോകുന്നവരാണ്, പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരാണ്. അവർക്കൊരു പുതിയ നവോത്ഥാനത്തിൻ്റെ ആവശ്യമില്ല. അവർ സഭയ്ക്കുള്ളിൽ അവരുടെ എല്ലാ ശുശ്രൂഷകൾക്കും ഒരു തടസ്സവുമില്ല. 2, ഈ സന്യാസിനിമാരുടെ പറ്റി പറയുമ്പോൾ അവർക്കെന്തോ തടസ്സമുണ്ടെന്ന്. ഒരു കാര്യം പറയാം, അവർ പുസ്തകം എഴുതുന്നതിന് യാതൊരു തടസ്സവുമില്ല.
അവർക്ക് പുസ്തകം എഴുതാനോ വണ്ടി ഓടിക്കാനോ അവർക്ക് വരുമാനം ഉണ്ടാക്കാനോ ഒന്നിനും തടസ്സമില്ല. ഇവിടെ തടസ്സം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഒരു സന്യാസ സമൂഹത്തിലെ അംഗമെന്ന നിലക്ക് അവർ വ്രതമെടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായി ഒന്നിൻ്റെയും ആവശ്യമില്ല. കൃത്യമായിട്ട് മനസ്സിലാവും. അവർ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. ആ സമൂഹത്തിന്റെ ഭാഗമായി മാത്രമേ അവർക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ, വരുമാനങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. എങ്ങനെയാണ് സഭ അധികാരികൾ അനുവാദം നൽകാതിരിക്കുന്നത്? അവർക്ക് എന്ത് ബെനീനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ? ബിനു ചാക്കോയും പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുജാ സൂസൻ ജോർജ് അത് ഓർമ്മിപ്പിച്ചത് നന്നായി. പിന്നെ എങ്ങനെയാണ് അധികാരികൾ ഒരു സിസ്റ്ററിന്റെ കവിത പ്രസിദ്ധീകരിക്കുന്നത്, പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത് തടയുന്നത്? അതിന്റെ കാരണം ഒന്ന് പറഞ്ഞുതരാമോ ബിനു ചാക്കോ? അത് നിർഭാഗ്യവശാൽ ഈ ലേഖനത്തിൽ വായിച്ചു മനസ്സിലാക്കാനാവുന്നില്ല. എന്നാ പറഞ്ഞുതരാം. സന്യാസ സഭകളുടെ നിയമങ്ങൾ അവർ പാലിക്കാനുള്ളതാണ്. സന്യാസ സഭകളുടെ നിയമത്തിന് വിരുദ്ധമായി അവർ എടുത്തിരിക്കുന്ന വ്രതത്തിന് ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. അവരെന്തുകൊണ്ട് കവിത എഴുതരുത്, അവരെന്തുകൊണ്ട് കവിത പുസ്തകമാക്കരുത്? എന്താണ് സഭ കണ്ട തെറ്റ്? ബിനു ചാക്കോയ്ക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരൂ. കവിത എഴുതാൻ കവിത എഴുതാൻ പാടില്ലായിരിക്കയില്ല. കവിത എഴുതാം, പക്ഷേ പുസ്തകമായി പ്രസിദ്ധീകരിച്ച് വിറ്റ് അതിന്റെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ അവർക്ക് അനുവാദമില്ല. അതാണ് ചിരിക്കാതെ തരവില്ല ബിനു ചാക്കോ. അല്ല ചിരിക്കാതെ എന്താ നിങ്ങളെന്തിനാ പുച്ഛിച്ചു തള്ളുന്നത്? ആ സഭയുടെ നിയമമല്ലേ, നിങ്ങളെന്തിനാ അതിനെ പുച്ഛിച്ചു തള്ളുന്നത്? ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ, അവർക്ക് വ്യക്തിപരമായ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ നിയമം അത് സഭാവിരുദ്ധമാണ്. സഭാവിരുദ്ധമെന്ന് പറഞ്ഞാൽ അവരുടെ ബിനു ചാക്കോയുടെ ക്ഷോഭം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. റിജുവിന് എന്തോ പറയാനുണ്ട്. റിജു ഒന്ന് വേഗം പറയും. അല്ലല്ല റിജു ോട് അനുവാദം ചോദിച്ചത് ഇൻകം ഉണ്ടാക്കാനല്ല. എന്റെ തർക്ക സൃഷ്ടികൾ ഒന്ന് പ്രസിദ്ധീകരിക്കണം, എനിക്ക് അതിന് പറ്റിയ സ്പോൺസർഷിപ്പ് ഇല്ല, അതിന് സാമ്പത്തിക സഹായം നൽകണം എന്ന് പറഞ്ഞ് പലവട്ടം പ്രൊവിൻസ് ചാനലിനെയും ജനറാളിനെയും അവർ സമീപിച്ചു. എന്തുകൊണ്ട് റിജു ഞാൻ വരാം. ബിനു ചാക്കോ, പ്രശ്നം നിങ്ങളെ അപഹസിച്ചതൊന്നുമല്ല. ഞാൻ നന്നായി ഇത് വായിച്ചിട്ടാണ് ഓരോന്ന് ചോദിക്കുന്നത്. ഈ കവിത പ്രസിദ്ധീകരിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ലാഭം ഉണ്ടാക്കാനും അങ്ങനെ ഒരു എന്തെങ്കിലും ഒരിടത്തും പറയുന്നില്ല. ബിനു ചാക്കോ, നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ വിശദീകരണത്തിൽ ഒരിടത്തും ഇവർ ഈ കവിത വിറ്റ് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്നില്ല. മാത്രമല്ല, ഗൗരവമായൊരു വശമുണ്ടതിൽ. നിങ്ങൾ പറഞ്ഞതിന് നേരെ തിരിച്ചാണത്. അതായത് മേലധികാരികൾക്ക് പോലും സ്വന്തമായി ചെലവഴിക്കാൻ കഴിയുന്ന തുകയിൽ കൂടുതൽ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലേ? നല്ല നിലയ്ക്ക് മലയാള കവിത എഴുതി പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറായി. അവർക്ക് എന്തെങ്കിലും ഒരു സ്വത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്ക് അതിന് പാങ്ങുണ്ടെങ്കിൽ അവർ അത് ചെയ്തുവെങ്കിൽ അതാണോ വലിയ മഹാ അപരാധം? ആദ്യത്തെ കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ തുടക്കത്തിൽ ഇതൊരു സന്യാസ സമൂഹത്തിന്റെ നിയമമനുസരിച്ച്, ഞാനത് മാത്രമേ പറഞ്ഞു, സന്യാസ സമൂഹത്തിന്റെ നിയമമനുസരിച്ച് അവരംഗമായിരിക്കുന്ന സന്യാസ സമൂഹം രൂപീകരിച്ചപ്പോൾ അവർ രൂപീകരിച്ച കാര്യസത്തിന് പുറത്തു പോകുമ്പോൾ അതിന് അനുവാദം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസിദ്ധീകരിക്കുമെങ്കിൽ അവർക്ക് പുറത്തു പോകാം. നിങ്ങൾ പറഞ്ഞു പോയ ഒത്തിരിയേറെ സന്യാസിമാരായിരുന്നവര് അവർ പുറത്തുപോയവർ ബിനു ചാക്കോ അന്ന് കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ക്ഷോഭം കണ്ടില്ലല്ലോ. അല്ല, അവർക്ക് പുറത്തു പോകാം. എന്തുകൊണ്ടാണ് ആ കവിത നല്ലതായതുകൊണ്ട് പിന്നീട് നിലപാട് മാറ്റിയോ? അല്ലെങ്കിൽ ഇവരിലെ കവയത്തിനെ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായോ? അല്ലല്ല, അതൊക്കെ പറയണോ അങ്ങനെയാണെങ്കിൽ? പിന്നല്ലാതെ 2019 ജനുവരി 1 ഒരു വെളിപാടുണ്ടാവുകയാണ്. 2015 കാലത്ത് എവിടെയോ കവിത പ്രസിദ്ധീകരിച്ചു, സ്ഥലം മാറ്റം നിഷേധിച്ചു, ആ തീരുമാനത്തെ നിഷേധിച്ചു. അല്ല, നിങ്ങള് ഇവിടെ സുജ ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഇപ്പോഴും ബിനു ചാക്കോ പറയുന്നത് അത് ബിനു ചാക്കോയുടെ പ്രശ്നമല്ല, സഭയ്ക്കകത്ത് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനാകുമോ? ഒരു കവിത എഴുതുക, കവിത പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കുക, ഇതിലൂടെ അതൊക്കെയാണ് വെളിച്ചത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇടയിലെ നവോത്ഥാനത്തിനു വേണ്ടി കൂടി മതില് പണിയാൻ തയ്യാറാവണം സുജാ സൂസൻ ജോർജ്. തീർച്ചയായിട്ടും ഈ മതിൽ പണിതത് ധാരാളം സിസ്റ്റേഴ്സ് അതിനകത്ത് പങ്കെടുത്തല്ലോ. നവോത്ഥാന പ്രക്രിയയിൽ ഇനിയും വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് ബിനു ചാക്കോയുടെ ഓരോ വാക്കുകളും നമ്മളോട് പറയുന്നത്. ഒരു സഭയിൽ പുരോഹിതന്മാർക്ക്, പുരുഷന്മാർക്ക് വേറൊരു നിയമം,
പൗരോഹിത്യത്തിൽ ഇരിക്കുന്ന പുരുഷന്മാർക്ക് വേറൊരു നിയമം. അവർക്ക് ഇഷ്ടം പോലെ മാധ്യമങ്ങളെ കാണാം, പുസ്തകം എഴുതാം, ലേഖനം എഴുതാം, സ്വന്തമായി സമ്പാദിക്കാം, സ്കൂളും കോളേജും നടത്താം, ആശുപത്രി നടത്താം, എന്തിന് കൈക്കൂലി വരെ വാങ്ങാം. പക്ഷേ കന്യാസ്ത്രീകളോട്, സ്ത്രീകളായിട്ടുള്ള കന്യാസ്ത്രീകളോട് വേറൊരു നിലപാട്. എന്റെ ബിനു ചാക്കോ, വൈദികൻ മുതൽ ബിഷപ്പ് വരെയുള്ളവർ പെട്ട കേസുകളുടെ പെട്ടുപോയ കേസുകളുടെ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ. ആ കന്യാസ്ത്രീ ഒരു കവിത എഴുതി അത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു എന്നത് കുറ്റമായി കണ്ടുകൊണ്ട് എഴുതി വെക്കുകയാണ് കുറ്റങ്ങളുടെ പട്ടിക, വർഷങ്ങൾ പഴക്കമുള്ളത്. അതിനപ്പുറം അതിലേക്ക് ഒന്നും പോകാനില്ല. സഭ തന്നെ പറയട്ടെ, അപ്പോൾ ബിനു ചാക്കോയ്ക്കും കാര്യങ്ങൾ മനസ്സിലാകും. അടുത്ത ചർച്ചയ്ക്ക് കൂടുതൽ വിശദീകരിക്കാനും വാദിക്കാനും ന്യായീകരിക്കാനും കഴിയും. ഇന്നത്തെ നിലയിൽ നിർഭാഗ്യകരം എന്ന് പറയാൻ ബിനു ചാക്കോയുടെ കയ്യിൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് അഡ്വക്കേറ്റ് MC ആഷി, ഇത് മാത്രമല്ല, ഇന്ന് ഗൗരവമുള്ള മറ്റൊന്നുകൂടി കണ്ടു. CSI സഭയിൽ തിരുവനന്തപുരത്ത് ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ വിശ്വാസികൾ തടഞ്ഞു വെക്കുന്നു. അത് രസകരവുമാണ്. ഒരു കരാറുകാരന് സഭയുടെ ഭരണസമിതി കൊടുക്കാനുള്ള കോടികൾ കൊടുക്കാത്തതിന്റെ പേരിൽ വിശ്വാസികൾ, ജോലിക്കാർ, ജീവനക്കാർ ബിഷപ്പിനെ തടഞ്ഞു വെക്കുന്ന നിലയിലേക്ക് വരികയാണ്. ചോദ്യം ചെയ്യലുകൾ വരുന്ന കാലമാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? കാരണം ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന പുരോഹിതന്മാര് ഇന്ത്യൻ പീനൽ കോഡിൽ ഇനി ചെയ്യാത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല. പോക്സോ കുറ്റം പ്രകാരം വരെ അകത്ത് കിടക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. ഒരാൾക്കും ഷോക്കോസ് കിട്ടിയിട്ടില്ല. ഇവിടെ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു ആ പുസ്തകം വിറ്റിട്ട് എന്നാണ് ചാർജ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ എന്ത് ലാഭമാണ്, വരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അവർ ഷോക്കോസ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നോൺ ക്രിസ്ത്യൻ ന്യൂസ് പേപ്പറുകൾക്ക് അഭിമുഖം കൊടുത്തു എന്ന്. അപ്പൊ ഇനി മുതൽ ദീപികയോട് മാത്രം സംസാരിച്ചാൽ മതി, ബാക്കി മാധ്യമങ്ങളെല്ലാം ബാൻ ചെയ്യണമെന്നല്ലേ ഇവര് പറഞ്ഞു വെക്കുന്നത്? ഇത്തരത്തിൽ മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ മുകളിലാണ് ഈ കൈവയ്ക്കുന്നത്. ഇതൊരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം, ഒരു ബിഷപ്പിനെ വിശ്വാസികൾ തടഞ്ഞു വെക്കുകയാണ്, കാറിൽ പുറത്തു പോകാൻ അനുവദിക്കാതെ. അതാണ് ആഷി. അപ്പൊ ഗൗരവമുള്ളൊരു വശം കൂടിയുണ്ട്. CSI സഭയിലാണത്. അല്ല, ഞാൻ പറയുന്ന ഏത് സഭയിലായിരുന്നാലും ഇത് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കല്ലേ, ഒരു ചങ്ങല പോലെ. ഇവിടെ എല്ലാ കുറ്റകൃത്യങ്ങളും, കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ളവരില്ലേ, ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ളവരില്ലേ, ഇവരിപ്പോ ഈ കന്യാസ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ സന്യാസി സമൂഹത്തിന്റെ നിയമങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും പാലിക്കണമെന്നുള്ളതാണ്. അവരുടെ ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് കന്യകാത്വം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് സംവിധാനമില്ല, സുരക്ഷിതത്വമില്ല ഈ സഭയ്ക്കകത്ത് എന്ന് തോന്നിയപ്പോഴാണ് ഇവർ തെരുവിലിറങ്ങി ഹൈക്കോടതിയുടെ മുമ്പിൽ വരെ പോയി സമരം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ കണ്ടെത്തുന്ന കുറ്റം കവിത എഴുതി, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയി, അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിന്റെ ഓർഡർ ധിക്കരിച്ചു എന്ന നിലകളിലേക്ക് അത് പോവുകയാണ്. ഏതായാലും ഈ രൂപത്തിൽ അഡ്വക്കേറ്റ് ആഷി, നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ടാണ്. ബിനു ചാക്കോ വളരെ ക്ഷുഭിതനായി ഉണ്ട്. ഒരു വാചകത്തിനുള്ള സ്പേസ് ബിനു ചാക്കോയ്ക്കുണ്ട്. അത് ഈ ചർച്ചയെ പൂർണ്ണമായും തള്ളിക്കളയാനുള്ള ബിനു ചാക്കോയുടെ അവസരമാണ്. അതിനു മുമ്പ് FB പോളിൽ ബിനു ചാക്കോ ഒന്ന് കാണണം. ഈ സിസ്റ്റർ ലൂസിയോട് സഭ പകപോക്കുകയാണ് എന്നാണ് FB പോളിൽ, ഫേസ്ബുക്ക് പോളിൽ 95% ആളുകളും രേഖപ്പെടുത്തുന്നത്. അത് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മതേതര സമൂഹമാണ് എന്നുകൂടി പറയാതെ തരമില്ല. ബിനു ചാക്കോ, ഒറ്റ വാചകം. അല്ല ശരത്ത്, ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം പറയാൻ ഇടപെടുമ്പോൾ എല്ലായിടത്തും ഇടപെടുന്ന ചർച്ചകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ സുജാ സൂസൻ ജോർജ് പറഞ്ഞു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആഷി പറയുന്നത് പോലെ സഭയ്ക്കുള്ളിൽ സെക്യൂരിറ്റിക്കൊന്നും ഒരു കുറവില്ല. സഭയിൽ 35,000-ഓളം സന്യാസിനിമാർ ഇന്ത്യയിലുണ്ട്, ആയിരക്കണക്കിന് വൈദികരുണ്ട്. അക്കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്ന അവസ്ഥയുണ്ട്. അതിനെ ആളുകൾ മാനിക്കുന്നുണ്ട്. ബിനു ചാക്കോയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വിയോജിപ്പ് ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ തരമില്ല. ശ്രീമതി സുജ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഈ വിലയിരുത്തൽ ഒറ്റവാചകത്തിൽ എങ്ങനെ തോന്നുന്നു? പകപോക്കലാണ് എന്ന് 95% ആളുകളും അത്രമേൽ പ്രതികരിച്ചിരിക്കുക. വളരെ സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു. ഈ വനിതാ മതിലിന്റെ ആ ഒരു മാധ്യമ ചർച്ചകളിലും സമൂഹത്തിന്റെ ഒരു പരിണാമത്തിലും കണ്ടത് അത് മുന്നോട്ട് പോകുന്നു എന്നറിയുന്ന വലിയ സന്തോഷം. അത് മനസ്സിലായി.
പരാതി പരിഹാര ശ്രമവും അൽമായർക്ക് അവസരവും ഒരുക്കുന്ന അതേ ദിവസമാണ് ഒരു കള്ളത്തരം ഇവിടെ പൊളിയുന്നത്. 95% ആളുകളും ആ സിസ്റ്ററിനൊപ്പമാണ്. റിജു, ഒറ്റ വാചകം പ്ലീസ്. ICC വേണമെന്ന് ആദ്യമേ തൊട്ട് ആവശ്യപ്പെട്ട ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന വിനോദ് ചാക്കോന്റെ ക്ഷോഭം നമുക്ക് മനസ്സിലാകും. വ്യാജപ്പട്ടയം ഉണ്ടാക്കി അതിന്റെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിട്ടും വിനോദ് ചാക്കോക്ക് ഇപ്പോഴും ആലഞ്ചേരി പിതാവിനെയും ഫ്രാങ്കോ ഇതുപോലെ കുറ്റപത്രം നൽകാമാണ്. ഇപ്പോഴും ഫ്രാങ്കോയെ ന്യായീകരിച്ചുകൊണ്ടായി വന്നിരിക്കുക. ന്യായത്തിന്റെയും സത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കുന്ന കേരള സമൂഹം പോൾ ചെയ്തത് നോക്കുകയെങ്കിലും വിനോദ് ചാക്കോ ചെയ്യൂ. ഏതായാലും ഞാൻ അവിടെ നിന്ന് ഇടപെടുകയാണ്. ഏതായാലും ഈ ചർച്ച, അതിൽ ആളുകളുടെ പ്രതികരണം, ആത്മീയതയുടെ ഇരുട്ടുമുറിയിൽ വെളിച്ചം പരത്താൻ ധൈര്യം കാട്ടും എന്നാണ് ബിനു ചാക്കോ ഏതായാലും ജനം പ്രതികരിച്ചിരിക്കുന്നത്. വളരെയധികം നന്ദി ബിനു ചാക്കോ, റിജു, അതുപോലെ ശ്രീമതി സുജ, സൂസൻ ജോർജ്, അഡ്വക്കേറ്റ് MC ആഷി പ്രൈം ഡിബേറ്റുമായി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.